Assalamu Alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi yassir wa la tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. So today we are going to new chapter, that is chapter 5, money maths. Money maths. Okay, in this chapter we are going to study about compound interest and simple interest. We already studied about interest in the smaller classes, that is simple interest and compound interest. Okay, did you know that there is an interest for the money deposited in the bank? ഒരു ബാങ്കിൽ നമ്മൾ മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട് അല്ലേ? അപ്പം നമ്മളൊരു 10,000 റുപ്പീസ് ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു 1 ഇയർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ ഒരു 2,000 റുപ്പീസോ 3,000 റുപ്പീസോ ഒക്കെ ആസ് പെർ ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടാറുണ്ട്. ഓക്കെ, സോ എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? what do you mean by simple interest? what do you mean by compound interest? Simple interest is interest calculated only on the ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈച്ച് ഇയർ ഈസ് കോൾഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പം നമ്മളിപ്പം ഈ വർഷം ഇന്ന് നമ്മൾ അല്ലെങ്കിൽ 2021 നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 1 ഇയർ ഇൻട്രസ്റ്റോട് കൂടി നെക്സ്റ്റ് ഇയറിൽ നമുക്കത് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അബൌട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ദാറ്റ് ഇൻ മെനി സ്കീംസ് interest for each year is added to the current amount in calculating interest for the next year. Then the principal amount will be different each year. The interest also will be different each year. Interest calculated thus is called compound interest. അതായത് നമ്മൾ ഈ വർഷം ഒരു 10,000 റുപ്പീസ് പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മളൊരു 10,000 ഈ വർഷം ഇടുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും അത് വേറൊരു എമൗണ്ട് ആവും. ഫോർ എക്സാമ്പിൾ ഇറ്റ് വിൽ ബിക്കം 13,000 അല്ലേ? അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്താവും? 13,000 ആവും. പിന്നെ ആ 13,000ൻ്റെ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ടാണ് പിന്നീട് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ എന്താ പ്രിൻസിപ്പൽ എമൗണ്ട് ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കൂട്ടുപലിശ എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് പോയി അതിൻ്റെ കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. സോ ദീസ് വേർ ദ 2 ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ്. ഏതൊക്കെയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ആൻഡ് വി ഹാവ് സോ മെനി പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദീസ് ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ നോയിങ് മോർ അബൌട്ട് ഇൻട്രസ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റിൽ ഇല്ലാത്ത 2-3 എക്സാമ്പിൾസ് ഫസ്റ്റ് നമുക്ക് ചെയ്യാം. ഇഫ് 5,000 റുപ്പീസ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഫോർ 3 years at 10% interest, what is the actual interest each year and what is the total interest? What is the amount at the end of 3 years including principal and interest? അപ്പോൾ what is the question എന്താണ്? If 5,000 rupees is deposited in a bank for 3 years, 3 വർഷത്തേക്ക് നമ്മളൊരു 5,000 ഒരു 5,000 രൂപ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? 10%, 10% പലിശയ്ക്കാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഈച്ച് ഇയർ? അപ്പം നമുക്ക് ഈ 5,000 റുപ്പീസിന് ഇയർലി വർഷം തോറും നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നും നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ നമ്മളുടെ പീരീഡ് എത്രയാണ്? 3 years ആണ് നമ്മുടെ പീരീഡ്. അപ്പോൾ 3 years കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നും അറിയണം. ലൈക്ക് ദാറ്റ് വി ഹാവ് ടു നോ വാട്ട് ഈസ് ദ എമൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് 3 years ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ ഇട്ട പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് 5,000ഉം പ്ലസ് ഈ 3 yearsൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടണം? എത്ര എമൗണ്ട് കിട്ടുന്നു എന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദാറ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് എഴുതാം? 3 yearsലേക്കാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഈച്ച് ഇയർ, ഓരോ വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാം.
അപ്പോൾ ടോട്ടൽ എത്രയാണ് 3 years ആണ്. ഇൻട്രസ്റ്റ് ഈച്ച് ഇയർ ഈസ് ഈക്വൽ ടു അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ് 5,000 ഈസ് ദ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു റേറ്റ് ഇൻറ്റു ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5,000 ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ 10% ആണ്. 10% നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 10/100 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്, നമ്മൾ ഓരോ വർഷത്തെയാണ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റു 1 അല്ലേ. അപ്പം സീറോസ് നമുക്കിത് ക്യാൻസൽ ആക്കാം. 50 × 100 എത്രയാ, 50 × 10 ദാറ്റ് ഈസ് 500. അപ്പോൾ 1 ഇയറിലെ ഇൻട്രസ്റ്റ് നമുക്ക് എത്രയെന്ന് കിട്ടി? വി ഗോട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് 1 year ആസ് 500 rupees. സോ നമുക്കിനി എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? 500 rupees. Next we have to find interest in 3 years. Interest for 3 years is equal to എന്താണ് 1 ഇയറിലെ 500 ആണെങ്കിൽ 3 ഇയറിലെ ഇൻറ്റു 3 that is 1,500 rupees. അപ്പോൾ 3 ഇയറിൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടി 1,500 rupees. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട മൂന്നാമത് ഒരു ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യനോട് അതിനകത്തുണ്ട്. എമൗണ്ട് ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് അല്ലേ. എമൗണ്ട് ഇൻക്ലൂഡിങ് പ്രിൻസിപ്പൽ and interest. So amount including principal and interest എങ്ങനെ ഫൈൻഡ് ചെയ്യേണ്ട? We have to add principal amount and total interest. അപ്പോൾ ഇവിടുത്തെ principal amount എത്രയാണ്? It is 5,000 plus 1,500. So the answer is 6,500 rupees. അപ്പോൾ amount including principal and interest is what? 6,500. Okay. So we are moving to the next example. Second example. Question is here. Anu and Manu deposited 15,000 rupees each in a bank, giving 10% interest annually. After 1 year, Anu withdrew the entire amount including interest and redeposited in the same day. After 1 more year, both withdraw the total amounts. Who got more and how much more? അപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട അനു ആൻഡ് മനു രണ്ടുപേര് എന്താണ് 15,000 rupees ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ. ഡെപ്പോസിറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു? 10% ആനുവലി. എത്ര റേറ്റ് ആണ്? ഇൻട്രസ്റ്റ് ഈസ് 10% ഇൻട്രസ്റ്റ്. ആൻഡ് ആഫ്റ്റർ 1 ഇയറിന് ശേഷം 2 ഇയേഴ്സിലേക്കാണ് രണ്ടുപേരും ഡെപ്പോസിറ്റ് ചെയ്തത്. ബട്ട് അനു വിഡ്രൂ ദ ക്യാഷ് ആഫ്റ്റർ 1 year ആൻഡ് റീഡെപ്പോസിറ്റ് ഇൻ ദ സെയിം ഡേ. അപ്പോൾ 1 year കഴിഞ്ഞ് അനു വിഡ്രൂ ചെയ്തിട്ട് എമൗണ്ട് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റോട് കൂടി ആ 1 yearൻ്റെ ഇൻട്രസ്റ്റോട് കൂടി അനു ആ എമൗണ്ട് വിഡ്രൂ ചെയ്തു. എന്നിട്ട് ആ സെയിം ഡേയിൽ തന്നെ റീഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. വി ഹാവ് ടു ഫൈൻഡ് ആഫ്റ്റർ 1 more year ബോത്ത് വിഡ്രൂ ദ ടോട്ടൽ അമൗണ്ട്സ്. അപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോൾ അപ്പോൾ എത്രയായി ടോട്ടൽ ഇയേഴ്സ്? 2 years ആയിട്ടുണ്ട്. ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ബോത്ത് വിഡ്രൂ ദ ടോട്ടൽ എമൗണ്ട് രണ്ടുപേരും വിഡ്രൂ ചെയ്തു. ആൻഡ് ഹൂ ഗോട്ട് മോർ ആൻഡ് ഹൗ മച്ച് മോർ. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത്. അപ്പം ആർക്ക് ടോട്ടൽ എമൗണ്ട് ലാസ്റ്റ് ആർക്ക് കൂടുതൽ കിട്ടി, എത്രയാണ് കൂടുതൽ കിട്ടിയതെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മനുവിൻ്റെ കേസ് എടുക്കാം അല്ലേ. മനു ടോട്ടൽ എമൗണ്ട് 2 years കഴിഞ്ഞിട്ടാണ് വിഡ്രൂ ചെയ്തത്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മനു എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റ് ഫോർ 2 years. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരുന്നു? ഇറ്റ് ഈസ് 15,000 ഇൻറ്റു 10/100 ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് 2. 10/100 എങ്ങനെയാണ് വന്നതെന്ന് അറിയാലോ. ദാറ്റ് ഈസ് 10% ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ, 10/100 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 150 ഇൻറ്റു 10 ഇൻറ്റു 2. സോ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയെന്ന് കിട്ടും?
It will be 3000 അല്ലേ? Then interest 3000 ആണ്. Then amount withdrawn after 2 years. ആഫ്റ്റർ 2 ഇയർ കഴിഞ്ഞ് മനുവിൻ്റെ ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 15,000 പ്ലസ് 3,000 എത്രയായിട്ട്? ദാറ്റ് ഈസ് 18,000. So amount withdrawn after 2 years of Manu is 18,000. Okay. Then we have to find about Anu. അപ്പോൾ അനുവിൻ്റെത് എന്താണ്? ആഫ്റ്റർ 1 ഇയർ വിഡ്രോ ചെയ്തായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ഇയർ നമുക്ക് ഫൈൻഡ് ചെയ്യണം. Interest for the first year is equal to, that is also principal amount is same, 15,000 into 10 by 100 into എത്രയാണ്? 1 year into 1. That is we will get 1,500 interest for the first year. Okay, 1,500 is the interest and amount withdrawn 1 year കഴിഞ്ഞപ്പോൾ amount withdraw ചെയ്തായിരുന്നു അല്ലേ? amount withdrawn after 1 year. Amount withdrawn after 1 year is equal to എത്രയാണ്? 15,000 plus 1,500. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? It will be 16,500. 16,500. Okay. And amount redeposited. Amount redeposited is equal to എത്രയാണ്? amount redeposited 16,500 ആണ് അല്ലേ? നമ്മൾ സെക്കൻഡ് ഇയറിൽ 16,000 വീണ്ടും വിഡ്രോ ചെയ്തിട്ട് സെയിം ഡേയിൽ തന്നെ റീഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ 16,500 ആണ് റീഡെപ്പോസിറ്റ് ചെയ്തത്. 16,500 ആണ് റീഡെപ്പോസിറ്റ് ചെയ്ത റുപ്പീസ്. 16,500 rupees. Okay. Then we have to find interest for this amount for the 1 year. Interest for next year. അപ്പോൾ നെക്സ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറഞ്ഞ് ഇതാണ്. ഈ ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് നമ്മൾ സെക്കൻഡ് ഇയറിൽ റീഡെപ്പോസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ദിസ് ഇൻറ്റു 10/100 ഇൻറ്റു 1. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 1,650 വരും. 1,650. അപ്പോൾ 1 ഇയറിൽ ഇത്ര കിട്ടി, പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് 1,650 കിട്ടി. ദെൻ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട എമൗണ്ട് വിഡ്രോൺ ആഫ്റ്റർ 2 ഇയർ ആണ്. അപ്പോൾ എമൗണ്ട് withdrawn after 2 years is equal to 1,650. Sorry, 16,500 plus 1,650. That is equal to 18,150 rupees. So, who got more amount after withdrawing? Who got more amount? From this we can say that Anu got more amount. Endana? Anu got more amount and എന്താണ് മോർ എമൗണ്ട് അനു ഗോഡ് എത്ര ഫൈൻഡ് ചെയ്യുന്ന കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? 18,150 മൈനസ് 16,000 എത്രയായിരുന്നു? 18,150 മൈനസ് 18,000 അല്ലേ? രണ്ടുപേർക്കും കിട്ടിയതിൻ്റെ
സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് 150 റുപ്പീസ്. അപ്പോൾ എത്ര രൂപയാണ് നമ്മുടെ അനുവിന് കൂടുതലായിട്ട് കിട്ടിയത്? 150 റുപ്പീസാണ് അനുവിന് കൂടുതലായിട്ട് കിട്ടിയത്. ഓക്കെ, then one more example we have, that is Dilip deposited 50,000 rupees in a bank which gives 8% interest compounded annually. How much would he get after 3 years? അപ്പോൾ ദിലീപ് ഒരു 50,000 റുപ്പീസ് ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് എത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റിലായിരുന്നു? 8% ഇൻട്രസ്റ്റിലാണ്. കോമ്പൗണ്ടഡ് ആനുവലി എന്ന് പറയുമ്പോൾ ഓരോ വർഷം കഴിയും തോറും എന്താണ്, മറ്റേ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ആയിക്കൊണ്ടിരിക്കും. How much would he get after 3 years? 3 years കഴിയുമ്പോഴത്തേക്കും എത്ര കിട്ടും എന്നാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇയേഴ്സ് പ്രിൻസിപ്പൽ, ആദ്യത്തെ വർഷത്തെ പ്രിൻസിപ്പലാണ് 50,000. സോ ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ദെൻ നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ഇയർ പ്രിൻസിപ്പൽ എമൗണ്ട്, അന്നേരം ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. ദെൻ ആ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ 1 ഇയറിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ദെൻ ആ ഇൻട്രസ്റ്റും സെക്കൻഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ തേർഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും. സോ ആ തേർഡ് ഇയറിലെ പ്രിൻസിപ്പൽ എമൗണ്ട് ഫൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? മണി ഹി ഗോട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യുന്നത്. So this is some examples based on simple interest and compound interest. Then we have some activities in page number 100 that we can do in the next class. Today's class is over. Assalamu Alaikum.